അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഷെഫി ഉസ്താദ് ഗൾഫിലേക്ക് പോകുവാൻ ഇനി വെറും 2 ദിവസം മാത്രമാണ് ബാക്കി. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഷെഫി ഉസ്താദിന് സഹിക്കുന്നില്ല. എനിക്കെൻ്റെ എല്ലാ വിഷമഘട്ടത്തിലും താങ്ങായും തണലായും നിന്നതാണ് എൻ്റെ ഉസ്താദ്. എൻ്റെ ഉസ്താദിൻ്റെ ഈ ഒരു അവസ്ഥ റബ്ബെ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു. പറക്കമുറ്റാത്ത 3 മക്കളാണ് ഇനിയുള്ളത്. മൂത്തവളാണെങ്കിൽ അങ്ങനെ പോയി കഴിയുകയും ചെയ്തു. പാവം ആ ഇത്താക്കും നല്ല സങ്കടം ഉണ്ടാവും. എന്നാലും എൻ്റെ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ആലോചിക്കുമ്പോൾ ഈ കാര്യം അവൻ ഉമ്മയോട് പറയുന്നു. ഉമ്മ, എൻ്റെ ഉസ്താദിന് തീരെ വയ്യുമ്മ. മോനെ എന്ത് പറ്റിയടാ? ഒന്നുമില്ല, കാര്യമായിട്ട് പനി തന്നെയാണ്, പക്ഷെ ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെ ആയിട്ട് ഉസ്താദ് ഇങ്ങനെ ഓരോന്ന് പറയാണ്. മോനെ, എടാ എൻ്റെ ഉസ്താദല്ലേ, ഉമ്മാൻ്റെ കുട്ടി, ചെല്ല് ഉസ്താദിൻ്റെ അടുക്കലേക്ക് ചെല്ലേ, അവിടെ പോയി ശുശ്രൂഷിക്കും മോനെ. നിൻ്റെ ഉമ്മയെയും ഉപ്പയെയും പരിപാലിക്കുന്ന പോലെ തന്നെ ഉമ്മാൻ്റെ കുട്ടി ചെല്ലേ ഉസ്താദിൻ്റെ അടുത്തേക്ക്. ഉസ്താദിൻ്റെ കുരുത്തും പൊരുത്തും വാങ്ങാൻ പറ്റിയ സമയമാണിപ്പോൾ. ഉമ്മാൻ്റെ കുട്ടി ചെല്ലേ. ഉമ്മയുടെ നിർദ്ദേശപ്രകാരം അതാ ഉസ്താദ് അങ്ങോട്ട് ചെല്ലുകയാണ്. ഉസ്താദ് കിടപ്പിൽ തന്നെയാണ്. ഉസ്താദ് അവിടെ എത്തിയിട്ട് അതാ കോളിംഗ് ബെൽ അമർത്തി. മോളെ, ആരോ ഒന്ന് പോയി നോക്കിക്കേ. ഉമ്മ മോളെ പറഞ്ഞേക്കുന്നു. ഉമ്മ, ഷെഫി ഉസ്താദ്. പെട്ടെന്ന് ഉസ്താദിൻ്റെ ഭാര്യ ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നു. കയറിക്കോയിട്ടോ. എവിടെ ഉസ്താദ്? ഉസ്താദ് ഇവിടെ ഉണ്ട്, കിടപ്പിലാണ്. എങ്ങനെയുണ്ട് പനി? കുറവൊന്നും പറയാൻ മാത്രമല്ല, പിന്നെ ചെറുതായിട്ടൊരു ശരീരത്തിന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അതൊക്കെ ഇങ്ങോട്ട് ഛർദ്ദിക്കാൻ വരുന്ന പോലൊക്കെ തോന്നിയിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ മോനെ എന്താ ചെയ്യുക, എനിക്കൊരു പിടുത്തമില്ല. ആ ഉമ്മ കരയുവാൻ തുടങ്ങി. ഹേയ് ഉമ്മ, നിങ്ങൾ കരയല്ലേ? നിങ്ങൾ എന്തിനാ കരയണത്? പടച്ചല്ലേ നമ്മളുടെ കൂടെ. മോനെ ഉണ്ട്, ഉസ്താദിൻ്റെ കാര്യമൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാ മോനെ ഉണ്ടാകാം? ആരുമില്ല. പറക്കുമുറ്റാത്ത ഈ മക്കളെ കൊണ്ട് ഞാൻ എന്ത് കാട്ടാനാ? ഉമ്മ, നിങ്ങൾ വിഷമിക്കല്ലേ. അല്ല മോനെ, മോൻ്റെ പോക്കിൻ്റെ കാര്യം എന്തായി? ഉമ്മ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. പിന്നെ ഉസ്താദിൻ്റെ സ്ഥിതിഗതികൾ കാണുമ്പോഴേ മനസ്സിനുള്ളൊരു ടെൻഷന്, ബേജാറ്. എനിക്കറിയുന്നില്ല ഞാൻ എന്താ ചെയ്യാൻ. മോൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടിയും. ഉസ്താദില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിഞ്ഞില്ല മോനെ. ഞങ്ങൾക്ക് എല്ലാമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്. എല്ലാവരും പോലെയല്ല, എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. ഒന്നിലൊരു എനിക്കൊരു കുറവും വരുത്തില്ല. ഉമ്മ, നിങ്ങൾ കരയില്ലേ? പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യേ. ഉസ്താദ് ഉറങ്ങാണ്, തൽക്കാലം ഉണർത്തണ്ട, ഞാനിവിടെ ഇരുന്നോളാം. അത് മോനെ, എന്നാ ഇങ്ങോട്ട് ഇരുന്നോളൂ. ഷെഫി ഉസ്താദ് അതാ ഉസ്താദിൻ്റെ അരികിൽ ആ ഒരു ചെയറിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഉസ്താദ് അതാ വിളിക്കുന്നു. മോളെ, ഉപ്പാൻ്റെ കുട്ടി എവിടെ? ഉപ്പാൻ്റെ കുട്ടി എവിടേക്കാ പോയത്? ഉപ്പാനെ വിട്ടിട്ട്. അത് പറഞ്ഞിട്ടാണ് ആ ഉസ്താദ് ഉണർന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഉസ്താദേ. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ ആ ഒരു വിളി ഉസ്താദ് ചെവിയോർത്തു. അതെ, തന്നെ ആരോ വിളിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട മോനെ ഷെഫി ഉസ്താദേ. ഉസ്താദേ, ഞാൻ ഇവിടെ ഉണ്ട്, ഒന്ന് കണ്ണു തുറന്നേ. മോനെ, ഉസ്താദിൻ്റെ കുട്ടി ഇവിടെ എത്തിക്കണോ? അവൻ്റെ ആ കൈകൾ ഉസ്താദ് പതുക്കെ പിടിച്ചു. ഉസ്താദേ, കൈകൾ നല്ല ചൂടുണ്ടല്ലോ. ഇതെന്ത് ഇത്രയധികം ചൂട്? മോനെ, പനിയുണ്ടടാ, പനി വിട്ട് കിട്ടുന്നില്ല. ഉസ്താദേ, നമുക്ക് അഡ്മിറ്റ് ആക്കാം. മോനെ, എൻ്റെ കുട്ടി പോകാൻ നിൽക്കല്ലേ, പോയിക്കോ. അല്ല ഉസ്താദേ, അതൊരാഴ്ച നീട്ടിയ കുഴപ്പമില്ലല്ലോ, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം, കുഴപ്പമില്ല. വേണ്ട മോനെ, മോൻ്റെ ഭാര്യ ഉമ്മയൊക്കെ ബുദ്ധിമുട്ടൂല്ലേ? ഉസ്താദേ, നിങ്ങൾക്ക് ശരിക്കും ശ്വാസം മുട്ടുണ്ടല്ലോ. മോനെ, അതെ,
ഉസ്താദിൻ്റെ നെഞ്ചത്ത് ഷെഫി ഉസ്താദ് പതുക്കെ തടവി കൊടുത്തു. ശരിക്കും തൻ്റെ മകൻ്റെ അടുക്കൽ കിടക്കുന്ന പോലെ തന്നെയാണ് ഉസ്താദിന് തോന്നിയത്. അല്ലാ, എനിക്കൊരു ആൺകുട്ടി ഇല്ല, ചെറുതൊന്നാണുള്ളത്. റഹ്മാനെ, എൻ്റെ പൊന്നു മോൻ ശിഷ്യൻ, അവർക്ക് ശരിക്കും അത് എന്നെ പരിപാലിക്കാൻ കഴിയുന്നുണ്ട്. അല്ലാ. ഉമ്മ പറഞ്ഞ വാക്കുകൾ അപ്പോഴും അതാ ഉസ്താദ് വിചാരിക്കുന്നു. മോനെ, പൊന്നു മോനെ, ഉസ്താദിന് വയ്യെങ്കിലും പോടാ. എൻ്റെ മോൻ പോയിട്ട് നല്ല പരിചരിക്ക്. ഉമ്മാൻ്റെ കുട്ടിക്ക് കുരുത്തും പൊരുത്തും കിട്ടാൻ പറ്റിയൊരു ചാൻസാണിത്, ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ. ഉമ്മ പറഞ്ഞതനുസരിച്ച് അപ്പോൾ തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഉസ്താദിന് പനി കൂടിക്കൂടി വരുന്നു. വിറയലും. തൻ്റെ പ്രിയപ്പെട്ട മകളെ ഇടയ്ക്കിടെ അന്വേഷിക്കുന്നുണ്ട്. ഒരു നിമിഷം ഷെഫി ഉസ്താദ് എന്ത് ചെയ്യണം എന്നായിപ്പോയി. അത് ഫർസാനെ വിവരം അറിയിക്കണോ എന്നുള്ള രീതിയിൽ. ഉമ്മ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കണ്ടില്ലേ എന്തൊക്കെയോ ആവുന്നുണ്ട്. എന്ത് പ്രഷർ കുറയണോ കൂടണോ നമുക്കറിയില്ലല്ലോ. മോനെ മോനെ ഞങ്ങൾക്ക് ആരുമില്ലടാ. ഇല്ല ഉമ്മ, നിങ്ങൾ വിഷമിക്കല്ലേ. പഠിച്ചവനോട് ദുആ ചെയ്യ്. ഞാൻ വണ്ടി വിളിക്കട്ടെ. ഉസ്താദ് അപ്പോൾ തന്നെ ഒരു വണ്ടി വിളിച്ചു. ഉസ്താദിൻ്റെ ഭാര്യയും ഷെഫി ഉസ്താദും അതാ വാഹനത്തിൽ കയറി. അത് ഇവിടെ ആരെങ്കിലും? മോനെ, അവരൊന്നും ഇവിടെ ഇല്ലല്ലോ, കുറച്ച് ദൂരെയല്ലേ. അനിയനും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെഞ്ഞിപ്പോൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കിട്ടേ കുഴപ്പമില്ലല്ലോ. മക്കളെ ഞാൻ അയൽവാസികളുടെ വീട്ടിലായിക്കോളാം, അല്ല എന്ത് ചെയ്യുക. മക്കളെയും കൂട്ടി ആ ഉമ്മ അയൽവാസിയുടെ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, അതെ എൻ്റെ ഹസ്ബൻഡിന് തീരെ വയ്യട്ടോ, കുട്ടികളൊന്നും നോക്കണം, ഞങ്ങൾ വരുമ്പോഴേക്കും. ഏയ് താത്ത, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. ആ വീട്ടുകാരിയുടെ ആ ഒരു ശബ്ദത്തിൽ ഉമ്മ സമാധാനം കണ്ടെത്തി. അവരിതാ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഉപ്പാക്ക് എന്തൊക്കെ ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന പോലെ എന്തൊക്കെ തോന്നുകയാണ്. അല്ലാ, പഠിച്ചവനെ കാത്തുരക്ഷിക്കണേ അല്ലാ, ഞങ്ങൾക്ക് ആരുമില്ല. ഉസ്താദിൻ്റെ കണ്ണുകളും നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് കണ്ടപ്പോൾ, പേടിക്കണ്ട ഉമ്മ, പേടിക്കൊന്നും വേണ്ട. അത്ര പെട്ടെന്നൊന്നും എൻ്റെ ഉസ്താദ് അദ്ദേഹം ഇനി എത്ര എണീറ്റ് നടക്കേണ്ട മനുഷ്യനാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ടെൻഷനാകല്ലേ. വൈകാതെ ഹോസ്പിറ്റലിലെത്തി ഉസ്താദിനെ അഡ്മിറ്റ് ചെയ്തു. വിവരം ഉമ്മയോട് ഷെഫി ഉസ്താദ് അതാ വിളിച്ചു പറയുന്നു. ഉമ്മ, അതെ ഉസ്താദിനെ അഡ്മിറ്റാക്കിട്ടോ. മോനെ, ഉമ്മാൻ്റെ കുട്ടീനെ പോക്ക് നീട്ടിയാലും വേണ്ടില്ല, ഉസ്താദിനെ നോക്കിക്കോളി. ഉസ്താദിന് വലിയ മക്കളൊന്നും ഇല്ലാത്തതല്ലേ, ഉമ്മാൻ്റെ കുട്ടി നോക്കിക്കോളിട്ടോ. അതിനുള്ള പ്രതിഫലം എൻ്റെ കുട്ടിക്ക് കിട്ടട്ടെ, അല്ലാതെ ദുനിയാവിൽ എൻ്റെ കുട്ടിക്ക് സുഖങ്ങളൊന്നും ഇല്ലല്ലോ. ഉമ്മാക്ക് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. സീനത്തിൻ്റെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം അറിഞ്ഞത് കൊണ്ട് തന്നെ ഉമ്മ കരുതിക്കൂട്ടി തന്നെയാണ് ഉസ്താദിൻ്റെ അടുക്കലേക്ക് വിട്ടത്. മോനെ, ഉമ്മാൻ്റെ കുട്ടിയോട് നിന്നോളിട്ടോ, ഉസ്താദിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അതൊക്കെ ഉണ്ടാവുള്ളൂ. ദുനിയാവെന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തെ ജീവിതമല്ലേ, ആഹ്ലത്തേക്കുള്ളത് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് കൊടുക്കുക, അസുഖം വരുമ്പോൾ ഓലെ നമ്മൾ സംരക്ഷിക്കുക, പരിപാലിക്കുക, ഓൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. പ്രത്യേക പൊന്നു മോനെ, ഉസ്താദുമാർക്കും നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ ഗുണം ചെയ്ത പടച്ച റബ്ബിന് എന്തൊരു ഇഷ്ടമാണോ. ഉമ്മാൻ്റെ കുട്ടി അവിടെ നിന്നോളി, ഓൾക്ക് ആവശ്യമുള്ളതൊക്കെ എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കിട്ടാ. ആ ഉമ്മ, ഇൻഷാ അല്ലാ. ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ അരികിലിരിക്കുകയാണ്. ഉസ്താദേ, പെട്ടെന്ന് ഡോക്ടർ അങ്ങോട്ട് വന്നു. പേഷ്യൻറ്റിന് നല്ല ടെൻഷൻ ഉണ്ട്, സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട്. അതും എല്ലാം കൂടെ ഒക്കെ ആലോചിച്ചിട്ടാണ് കൂടുതൽ ഇങ്ങനെ പനി കൂടാനോ, പിന്നെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്തൊക്കെ തന്നെയാലും റെസ്റ്റ് എടുക്കട്ടെ. ഉപ്പ, നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ, റെസ്റ്റ് വേണമെന്ന്. മോനെ, എന്തൊക്കെ തന്നെ അസുഖമാണെങ്കിലും നിസ്കാരം അതൊഴിവാക്കുന്ന കൊണ്ടാവില്ല കേട്ടോ. നമുക്ക് നിൽക്കാൻ കഴിയുകയാണെങ്കിൽ നിന്ന് നിസ്കരിക്കുക, കഴിയാത്തവരാണെങ്കിൽ ഇരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ശരീരം കൊണ്ട് തടി കൊണ്ട് ഒന്നിനും കയ്യും കാലം അനക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ കണ്ണുകളെ കൊണ്ട് നിസ്കരിക്കുക. ഒന്നുമില്ല അതിനും പറ്റില്ലെങ്കിൽ മനസ്സിൽ നിസ്കരിക്കുക. അത്രക്കും തന്നെ നിസ്കാരത്തിനെ കുറിച്ച് നമ്മളൊരിക്കലും നിസ്കാരം ഒഴിവാക്കാനേ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് ദയമും ഒന്ന് ചെയ്തു തന്നാൽ നന്നായിരിക്കും. തൻ്റെ ഉസ്താദ് പഠിപ്പിച്ച ആ ഒരു കാര്യങ്ങൾ, ആ ഭാഗങ്ങൾ എല്ലാം അതാ ഷെഫി ഉസ്താദിനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. മോനെ ഷെഫി,
ആ എന്തു ഉസ്താദ്, ഉസ്താദിന് എന്താ വേണ്ടത്? ഒന്നുമില്ലടാ, ഞാനെങ്ങാനും പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ അനാഥമാകും പൊന്നുമോനെ. ആരുണ്ടാവില്ല, ഓൽക്ക് ആരുമില്ല. പിന്നെ ഉള്ളത് എൻ്റെ അനിയനാണ്. ഓൻ തന്നെ എൻ്റെ മക്കളും ഫാമിലിയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിലാണ്. ആരുമില്ല, ഞങ്ങളെ കൈവിടരുത് നീ. ഞാൻ ഒരു പക്ഷേ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും മക്കളെ കൈവിടരുത്. ഉസ്താദ് അവൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് കരയുകയാണ്. ഉസ്താദേ, നിങ്ങൾ എന്താ പറയുന്നത്? അത് ജസ്റ്റ് ഒരു പ്രഷർ കൂടിയതോ കുറഞ്ഞതോ അങ്ങനത്തെ പ്രോബ്ലംസ്, പിന്നെ ടെൻഷൻ എല്ലാം കൂടി ആയിട്ടാണ് ഉസ്താദിന് അങ്ങനെ. അല്ലാതെ നിങ്ങളുടെ ബോഡിയിലൊന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രോബ്ലംസും ഇല്ല ഉസ്താദേ. അവർ ചെക്ക് ചെയ്ത് പറഞ്ഞതല്ലേ, ഒന്നുമില്ല ഒരു പ്രഷറായിട്ടോ ഷുഗറായിട്ടോ ഒന്നും. ഇപ്പോഴെന്നെ എന്തോ ഒരിത് കുറഞ്ഞു, അതിനുള്ള മെഡിസിൻ അത് തന്നപ്പോൾ ക്ലിയർ ആയും ചെയ്തു. അത് സെറ്റാവും മോനെ. ഞാൻ അധിക കാലം ഉണ്ടാവില്ലടാ. എനിക്ക് എൻ്റെ പൊന്നുസ്താദെ, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ മോനെ. ഉസ്താദിൻ്റെ കുട്ടി പോവല്ലേ, പോയിക്കോളിട്ടോ, പോയിക്കോളെ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദെ. നിങ്ങൾ അസുഖം മാറട്ടെ എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ ഒരിക്കലും പോവില്ല മോനെ. മരിക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണം. ജീവിതം അത് വല്ലാത്തൊരു നിമിഷങ്ങളാണ്, കുറഞ്ഞ കാലത്തെ ജീവിതം. അതിനിടയിൽ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അതോ മനഃപൂർവ്വം ആരെങ്കിലും കരയിപ്പിച്ചിട്ടുണ്ടോ, ബുദ്ധിമുട്ടാക്കിക്കണോ, ഇടങ്ങാറാക്കിക്കണോ, അതൊക്കെ നമ്മൾ ആലോചിക്കണം മോനെ. അതെല്ലാം അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ പൊരുത്തപ്പെടിപ്പിക്കണം. ആരെ കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിലും, ആരെങ്കിലൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു മോനെ, അതൊന്നും നമുക്ക് അള്ളാഹു പുറത്തു തരേണ്ട കാര്യമില്ല. ഒരു വ്യക്തിയോട് നമ്മൾ ചെയ്യുന്ന കാര്യം, ഒരാളെ ഉപദ്രവിക്കുക, ഒരാളെ കുറ്റം പറയുക, കളിയാക്കുക, അവരെക്കുറിച്ച് ഇല്ലാത്തത് പറയുക, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു കാരുണ്യം കിട്ടൂല. നമ്മളെ അടുക്കൽ നിന്ന് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് തന്നെ പറയണം. ഉസ്താദേ, ഉസ്താദിന് അങ്ങനത്തെ പണിയൊന്നും ഇല്ലല്ലോ മോനെ. ഇല്ലാഞ്ഞിട്ടല്ല, ഒരാളെക്കുറിച്ച് മനസ്സിൽ വെറുതെ ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ്. പൊന്നുമോനെ, ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദെ, നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഒരിക്കലും എൻ്റെ ഉസ്താദ് മരിക്കാനായിട്ടില്ല മോനെ. ചെരുപ്പിൻ്റെ വാറ് പോലെയല്ലേ ഞാൻ ഏത് സമയവും പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് താങ്ങും തണലായി നിൽക്കണം കേട്ടോ. പൊന്നു മോനെ, ഉസ്താദ് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം, നിറവേറ്റിക്കോളാം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ. മോനെ, ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പൊന്നു മോനെ, അള്ളാഹു എന്നെ കാത്തുരക്ഷിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാവും. ഷെഫി ഉസ്താദിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ടാണ് ഉസ്താദ് അത് പറഞ്ഞത്. എന്നാൽ ഈ സമയം വീട്ടിൽ ഉമ്മയോട് അവൾ, ഉമ്മ, എന്താ മോളെ? ഷെഫിക്ക് എപ്പോൾ എടുക്കാൻ പോയത്? അത് ഉസ്താദിന് തീരെ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞയച്ചതാണ്. എന്തിന്? അല്ല, ഗൾഫിലേക്ക് പോണ പരിപാടി ഒന്നുമില്ലേ മോളെ? ഉസ്താദ് വയ്യാതെ കിടക്കുമ്പോൾ എങ്ങനെ പോവുക? ചെറുപ്പം മുതൽ തന്നെ ഉസ്താദിൻ്റെ ഒപ്പം ദർസിൽ ഓതി പഠിച്ച് കൂടെ എല്ലാത്തിനും കൂട്ടു നിന്നത് അവനായിരുന്നു. കാരണം അവന് അത്രക്കും ഉസ്താദിന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ബാപ്പല്ലാതെ വളർന്നതല്ലേ. ആ ഒരു വേദന അതും ഉണ്ടാവും. അപ്പോൾ ഒരു ബാപ്പാൻ്റെ സ്നേഹം കൂടി കിട്ടുമ്പോൾ അതൊരു സുഖമല്ലേ. മറ്റന്നാളല്ല പോകേണ്ട ദിവസം ഗൾഫിലേക്ക്. ഈ ഒരു സമയത്ത് ആ ഉസ്താദിനെ പോയി നോക്കിയാൽ കാര്യങ്ങൾ നടക്കുമോ? എന്ത് കാര്യം മോളെ? അവിടെ പോയി ജോലിയൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ടൊക്കെ വേണ്ടേ? പൊന്നു മോളെ, അവിടെ ഉസ്താദെന്ന് വെച്ചാൽ ഓനക്ക് എപ്പോഴും ലീവ്. എനിക്ക് എപ്പോഴും അത് വല്ലാത്തൊരു വേദനയുള്ള ഒരു സംഭവമാണ്. ഉസ്താദെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് സുഖമില്ലാത്തൊരവസ്ഥയിൽ, അതിനാണെങ്കിൽ ആൺമക്കൾ പോലുമില്ല, ചെറിയ ഒരു മോനാണുള്ളത്. എന്തൊക്കെ തന്നെ റബ്ബേ,
അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. കാരണം പാവാണ്, ചെറിയ മക്കളൊക്കെ ഉള്ളതാണ്. അല്ല, അതിനിപ്പോൾ ഇതിന് ഷെഫി ഉസ്താദ് മൂപ്പർക്ക് വേറെ കൂട്ടരും കുടുംബക്കാരൊന്നും ഇല്ലേ? ഒരു അനിയനുണ്ടെന്ന് പറഞ്ഞു, അവർ കുറച്ച് ദൂരത്താണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത്. എൻ്റെ റബ്ബേ, വല്ലാത്തൊരിതായി പോയി. അപ്പോൾ തന്നെ അതാ സീനത്ത് ഷെഫി ഉസ്താദിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഷെഫി ഉസ്താദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ ഹലോ ആ അല്ല, എന്താ നിങ്ങൾ കഥ? നിങ്ങളെവിടെ? ഞാതാ ഇവിടെ ഉണ്ട്, ഹോസ്പിറ്റലിലാണ്. എന്താ? അല്ലേ, എൻ്റെ ഉസ്താദിന് ചെറുതായിട്ടൊരു അസുഖമുണ്ട്, അതുകൊണ്ട് അഡ്മിറ്റ് ആക്കിക്കണം. ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളാരാ? ഉസ്താദിൻ്റെ മകനോ? അവിടെ നിൽക്കാൻ ഉസ്താദിന് വേറെ കൂട്ടുകുടുംബങ്ങളില്ലേ? അവൾ ദേഷ്യത്തോട് പറഞ്ഞു. അതെ, ഇങ്ങോട്ട് പോരിട്ട്, മറ്റന്നാൾ പോകുന്ന ദിവസം അതങ്ങനെ ക്യാൻസൽ ആക്കിയിട്ടുണ്ടെങ്കിലേ. എന്താ ഈ പറയണത്? ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ഞാൻ പോരാ? ടിക്കറ്റ് വേണ്ടി പോയി ക്യാൻസൽ ചെയ്ത് വേറെ എടുക്കാം, ഒന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ ആഗ്രഹിച്ചതാണ് കേട്ടോ നിങ്ങളൊരു ഗൾഫ് ജീവിതം എന്നുള്ളത്. നിങ്ങളിവിടെ പോന്നാണേ, എന്തിനാ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കണത്? അതിൻ്റെ ഭാര്യ ഇല്ല അവിടെ? എടേ, അങ്ങനൊന്നും പറയില്ല, അവർ കേൾക്കും ഫോണിലുള്ള കൂടെ. ഇങ്ങോട്ട് പോന്നാളി, എന്താന്നില്ലേ, അവിടെ ഇങ്ങനെ നിൽക്കല്ലേ സ്വന്തം മോനെ പോലെ. അവൾ ഷെഫി ഉസ്താദിനെ അതാ ചീത്ത പറയുന്നു. എന്താന്നില്ലേ, സ്വന്തം ബാപ്പാരും ഉമ്മായിട്ട് നോക്കണേ പോലെ ഉസ്താദിനെ പോയി നോക്കണത്, വേറെ ആരും ഇല്ലാത്ത പോലെ. ഇതിപ്പം ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യനാണ്, നൈസായിട്ട് രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കണല്ലേ. ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുന്നില്ലേ, വേഗം പൊയ്ക്കോളി. എന്താന്നില്ലേ, ഓരോ സമയത്തിലൊന്നും ഉണ്ടാവും. അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ്മ കേട്ടു. മോളെ വേണ്ട, ഒന്നും പറയണ്ട, ഓൻ്റെ ഉസ്താദാണത്. ഓൻ്റെ ഉസ്താദ് എന്ന് വെച്ചാൽ ഓൻ്റെ വാപ്പില്ലാത്ത കാലം മുതൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തതാണ്. പിന്നെ ഓന് ദർസിൽ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി, അങ്ങനെ ആക്കിയതൊക്കെ ഉസ്താദ് തന്നെയാണ്. ദയവായി മോളൊന്നും അങ്ങനെ പറയണ്ട, വേണ്ടാത്തൊന്നും. ഓ പിന്നെ അപ്പോൾ പഴയ കാല ചരിത്രമാണ് നിങ്ങൾ വിളമ്പുന്നത് അല്ലേ? അപ്പോൾ കുറേ മുമ്പ് തന്നെയുള്ള പരിപാടിയാണ്. ഏതായാലും ബാപ്പയില്ല, ബാപ്പക്ക് പകരം ഒരു ഉസ്താദും. എന്താ നീ പറഞ്ഞത്? അല്ലേ, ഉമ്മാൻ്റെ കാര്യം ഒക്കെ. അതെ, ദയവായി അനാവശ്യമായിട്ടൊന്നും പറയരുത് കേട്ടോ ഈ ഒരു പുണ്യമാക്കപ്പെട്ട മാസത്തിൽ. നിനക്ക് എന്തിൻ്റെ കേടാ? ഉമ്മ അല്പം ദേഷ്യപ്പെട്ടു. ഓ ഒന്നുമില്ലേ, ഞാൻ പറഞ്ഞത് മാത്രം. അല്ലേ, ചെറുപ്പം മുതൽ തന്നെ അവിടെ ഉസ്താദിൻ്റെ ഒപ്പമാണല്ലോ, ബാപ്പയുടെ സ്ഥാനത്ത്. ഓക്കെ ഓക്കെ, ഒന്നുമില്ല, ഞാൻ പറയണില്ല. അല്ലെങ്കിൽ ഈ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഇതിൻ്റെ ആൾക്കാരാണ്. എന്തിൻ്റെ? അല്ലേ, എന്താ അറിയില്ല, മൊത്തത്തിൽ എനിക്ക് ദേഷ്യപ്പെട്ടൊരു വർഗ്ഗമാണ് ഉസ്താദുമാർ. എനിക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ കണ്ടില്ല, ആ ഉസ്താദിനെ സംരക്ഷിക്കാൻ അവിടെ പോയി നിൽക്കുക. മറ്റന്നാൾ ഗൾഫ് പോകേണ്ട മനുഷ്യനാണ്. സീനത്തെ ഈയൊന്നടങ്ങ്, അതൊക്കെ ശരിയായി വന്നോളൂ. ഉസ്താദ് ഒന്ന് സുഖം പ്രാപിക്കട്ടെ, അല്ലാതെ അതിനിട്ടിട്ട് പോരാൻ പറ്റൂലല്ലോ. വലിയ ആൺകുട്ടികൾ പോലെ ചെറിയൊരു മോനാണുള്ളത്. അതിപ്പോൾ നമ്മളെ കുറ്റാണോ എന്ന് കരുതിയിട്ട് ഒരു ഉസ്താദ് പഠിപ്പിച്ചെന്ന് കരുതിയിട്ട് കാലാകാലം ഓരെ നോക്കിക്കൊണ്ടിരിക്കേ? മോളെ നീ വിഷമിക്കല്ലേ, ഓരോട് നമ്മൾ കുറച്ചൊന്നല്ല കടപ്പാടുള്ളത്. അവർ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും നമ്മളെ പൈസ അവർ ചിലവാക്കല്ല, നമ്മൾക്ക് വേണ്ടി അവർ തരികയാണ് ചെയ്യണത്, അതും പല ഘട്ടങ്ങളിലായിട്ട്. ഓഹോ, അപ്പോൾ ചിലവും വരെ നടത്തുന്നുണ്ട് അല്ലേ? ഉപ്പയുടെ സ്ഥാനത്ത് നിന്നിട്ടായിരിക്കും ചിലവെടുത്തുന്നത്. സീനത്തെ, നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. നിൻ്റെ ചിന്താഗതിയൊക്കെ വേറെയാണ്. നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാനും ചിന്തിക്കാനും പാടില്ല. എപ്പോഴും നല്ല മനസ്സ്, നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണം. നല്ല മനസ്സോടു കൂടി, തെറ്റായ മനസ്സിൽ തെറ്റായ ചിന്തകളോട് കൂടി ജീവിച്ചു കഴിഞ്ഞാലേ ഫുള്ള് നെഗറ്റീവായിരിക്കും എപ്പോഴും ജീവിതത്തിൽ. ദയവായി നീ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. എൻ്റെ മോൻ, എൻ്റെ ഷെഫി മോൻ ഉസ്താദിനെ പരിപാലിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് ഓനക്ക് കൂലി ഉണ്ടാകും. സീനത്തിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വീർത്തു. കൂലി എപ്പോഴൊരു ദുനിയാവ് ആഹാരം പഠിച്ചോനെന്നുള്ള ചിന്തയാണ്, വേറൊന്നുമില്ല. പിന്നെന്താടി, നമ്മൾ സൃഷ്ടിച്ചത് പഠിച്ച റബ്ബല്ലേ, അപ്പോൾ നമ്മൾ അവനക്ക് വേണ്ടി കടപ്പെട്ടവരാണ് നമ്മളൊക്കെ. നമുക്ക് കടപ്പാടുണ്ട്, നമ്മളതൊക്കെ ചെയ്ത് തീർക്കണം. ഒരിക്കലും അവൻ ചെയ്തു തന്നതിന് പകരമാവില്ല. എങ്കിലും നമ്മൾ അടിമകളല്ലേ പഠിച്ച റബ്ബിനോട്. കുറച്ചെങ്കിലും നന്ദി വേണ്ടേ? മോളെ നീ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു. ഷെഫി ഉസ്താദ് വൈകാതെ മടങ്ങി വരും. ഇപ്പോൾ ഉസ്താദ് അത്രക്കും വയ്യാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ
നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്റ്റോറിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് എല്ലാം സ്വീകരിക്കട്ടെ. എന്തൊക്കെ തന്നെയായാലും അവസാനത്തെ 10 അവസാന നിമിഷങ്ങളാണ് അല്ലേ. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മൾക്കൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് അത് മാപ്പാക്കി തരട്ടെ. അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമാണല്ലോ അല്ലേ. നമ്മളൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്താലും അതൊക്കെ പടച്ച റബ്ബ് പൊറുക്കും. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ, തൗബ ചെയ്യുമ്പോൾ പറയണം, അള്ളാഹുവേ ഇനിയൊരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.